വാഹന രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്കൂട്ടർ ഇടിച്ച് കുടുംബനാഥന്റെ നട്ടെല്ല് തകർന്നു. കൊല്ലം മതിലിൽ സ്വദേശി ചാൾസ് ആണ് ശരീരം പകുതി തളർന്ന കിടപ്പിലായത്. ഇലക്ട്രിക് സ്കൂട്ടറിന് കേന്ദ്ര സർക്കാർ നൽകിയ ഇളവാണ് ചാൾസിന് അപകട ഇൻഷുറൻസ് പോലും നിഷേധിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1 രാവിലെ 8 മണിക്കായിരുന്നു അപകടം. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇറക്കത്തിൽ വേഗതയിൽ വന്ന പ്രസന്നൻ നിയന്ത്രണം വിട്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കെയിലിനുമായി റോഡിന്റെ ഇടതുവശം ചേർന്ന് നടക്കുകയായിരുന്ന പിതാവ് ചാൾസിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ചാൾസും മകളും റോഡിൽ തെറിച്ചു വീണു. ആ വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് ഭാഗികമായി പാരാലിസിസായി. മോളെ സ്കൂളിലോട്ടാക്കാനായിട്ട് മോളെയും കൊണ്ട് ഞാൻ റോഡിലോട്ട് ഇറങ്ങിയിട്ട് റോഡിൻ്റെ സൈഡ് വശം നടക്കുമായിരുന്നു. മുമ്പോട്ട് നടന്ന് ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോഴാണ് പുറകെ കൂടെ കൊണ്ടുവന്ന് ഈ സ്കൂട്ടർ ഇടിക്കുന്നത്. മോളും ഞാനും കൂടെ റോഡിൽ വീണ്. എനിക്ക് പിന്നെ എണീക്കാൻ പറ്റുന്നില്ല. മോള് കൈക്ക് കാലിനുമൊക്കെ ചെറിയ മുറിവുകളുണ്ടായിരുന്നു. പിന്നെ എന്നെ അവിടെ നിന്നവരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. എനിക്കും കുട്ടികൾക്കും എനിക്ക് ജോലിയില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യമായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗമാണ് ഇദ്ദേഹം. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ. നട്ടലിൻ്റെ പൊട്ടലുള്ളതുകൊണ്ട് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ പോലും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പ്രസന്നൻ സഞ്ചരിച്ച ന്യൂട്രോണിന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് രജിസ്ട്രേഷനോ വാഹന ഇൻഷുറൻസോ എന്തിന് ലൈസൻസോ പോലും ബാധകമല്ലാത്തതിനാൽ കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കൊല്ലം അഞ്ചാലുമൂട് പോലീസ്. 25 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വാഹനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഇളവ് ഒരു കുടുംബത്തെ പോറ്റാൻ രാപകൽ അധ്വാനിക്കുന്ന ചാൾസിനെ പോലെ നിരവധി പേരെ തീരാ ദുഃഖത്തിലെത്തിക്കുന്നു. ഭാര്യ സിജിയും മക്കൾ ക്ലിഫ്ന, ക്രിസൻ, കെയിലിനും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ്. ഞങ്ങളിവിടെ റോഡ് ക്രോസ് ചെയ്ത് പയ്യെ നടന്ന് വന്നപ്പോൾ ഇച്ചിരി ലേറ്റായി. 8:03 ആയപ്പോൾ വന്നപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി നടന്നപ്പോഴത്തേക്ക് ഒരു സ്കൂട്ടർ അങ്ങോട്ടുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് പപ്പ ഇടിച്ചപ്പോൾ ഞങ്ങൾ തെറിച്ചുപോയി. ഞാൻ തെറിച്ചുപോയി. പക്ഷെ ഞാൻ തെറിച്ചു പോയിട്ട് പപ്പ അവിടെ കിടന്ന് കരയുന്നു. ഞാനൊന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ എണീറ്റ് റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ അമ്മയെ വിളിച്ച്, പപ്പയ്ക്ക് ആക്സിഡൻ്റ് എത്തിന്ന് അമ്മയെ വിളിച്ച്. മോട്ടോർ വാഹനങ്ങളിൽ തന്നെ 2 തരം. ഒന്ന് രജിസ്ട്രേഷൻ ആവശ്യമായത്, മറ്റൊന്ന് വേണ്ടാത്തത്. എന്തായാലും വേണ്ടാത്തത് ഇടിച്ചിട്ടായാലും ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഒരു പാരാലിസിസിൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്നത്. നിയമനിർമ്മാണങ്ങളാണ് ഇതിനെല്ലാം പ്രശ്നമാകുന്നതും ഒരു കുടുംബത്തിൻ്റെ ഭാവിയെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്നതും. ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.